ഹായ് കൂട്ടുകാരെ, ഞാൻ രക്ഷ. കുഞ്ഞിക്കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളുടെ പുതിയ കഥകൾ കാണാനും കേൾക്കാനും പറ്റുകയുള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് സിംഹവും മാന്ത്രിക തൂവലും എന്നാണ്. ഈ കഥ ആത്മനിയന്ത്രണത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ശാന്തതയുടെയും കഥയാണ്. ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു കാടിൻ്റെ ഹൃദയത്തിൽ സൂര്യകിരണങ്ങളാൽ തിളങ്ങി നിൽക്കുന്ന മനോഹരമായ പ്രഭാതം. മരങ്ങളുടെ മുകളിൽ മഞ്ഞ് മൂടിയിരിക്കുന്നു. പക്ഷികൾ അവയുടെ മധുര സ്വരങ്ങളാൽ പാട്ടുപാടുന്നു. കാട്ടിലെ രാജാവായ രാമു എന്ന സിംഹം തൻ്റെ ഗുഹയിൽ നിന്ന് ഉറക്കമുണർന്ന് ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു. അവൻ ചുറ്റും നോക്കി. എല്ലായിടത്തും ശാന്തത, അസാധാരണമായ നിശബ്ദത. സാധാരണയായി ഈ സമയത്ത് കുരങ്ങുകൾ ചാടിക്കളിക്കും, മയിലുകൾ നൃത്തം ചെയ്യും. പക്ഷേ ഇന്ന് കാട് മുഴുവൻ എന്തെന്നില്ലാത്ത നിശബ്ദത. രാമു അത്ഭുതപ്പെട്ടു. ഇന്ന് എന്താണ് സംഭവിച്ചത്? ഇന്നെന്താണ് ഇത്ര നിശബ്ദത? അപ്പോൾ വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ കുരങ്ങ് ഭയത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, ഇന്ന് വായുവൻ എന്ന കാറ്റിന്റെ ആത്മാവ് കാട്ടിൽ കറങ്ങി നടക്കുകയാണ്. ആരെങ്കിലും കോപിക്കുന്നുവെങ്കിൽ അവന്റെ ശബ്ദം വായുവൻ കവർന്നു കൊണ്ടുപോകും. സിംഹം ചിരിച്ചു. എന്റെ ശബ്ദം കവർന്നെടുക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ സിംഹമാണ്, ഈ കാടിന്റെ രാജാവ്. മൂങ്ങ തന്റെ ശാന്ത ശബ്ദത്തിൽ പറഞ്ഞു, രാജാവേ, ചിലപ്പോൾ ശബ്ദം കൊണ്ടല്ല, ശാന്തത കൊണ്ടാണ് രാജകീയത്വം തെളിയിക്കേണ്ടത്. രാമു ചിരിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു, ഒരു കാറ്റിന്റെ ആത്മാവിനെയാണോ ഞാൻ പേടിക്കേണ്ടത്? നോക്കാം. സൂര്യൻ ഉച്ചസ്ഥായിലെത്തി. കാട് സ്വർണ്ണ നിറത്തിൽ തിളങ്ങി. രാമു തന്റെ പ്രദേശം പരിശോധിക്കാൻ പുറപ്പെട്ടു. വഴിയിൽ ഒരു ചെറുമുയൽ പെട്ടെന്ന് ഓടിയെത്തി. കാൽ തെറ്റി അവൻ രാമുവിന്റെ കാലിലേക്ക് വീണു. ആരാത്? സിംഹം കോപത്താൽ വിറച്ചുകൊണ്ട് എഴുന്നേറ്റു. രാമുവിന്റെ കണ്ണിൽ തീ പടർന്നു. അവൻ മുഴുവൻ കാടിനെയും നടുക്കുന്നത് പോലെ ഗർജിച്ചു. പെട്ടെന്ന് കാറ്റ് ശക്തമായി വീശി. ഇലകൾ പറന്നു പൊങ്ങി. കാടാകെ മഞ്ഞ് പടർന്നു. ഒരു നീല വെളിച്ചം അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വായുവൻ, കാറ്റിന്റെ ആത്മാവ്. കണ്ണുകളിൽ നീല ജ്വാല. ശബ്ദം മിന്നലുകൾ പോലെ. വായുവൻ പറഞ്ഞു, അല്ലയോ സിംഹമേ, നീ നിന്റെ കോപം നിയന്ത്രിച്ചില്ല. അതിനാൽ ഞാൻ നിന്റെ ഗർജനം പിടിച്ചെടുക്കുന്നു. ഇത്രയും പറഞ്ഞു വായുവൻ കാറ്റിൽ മാഞ്ഞുപോയി. സിംഹം വായ് തുറന്നു, പക്ഷേ ശബ്ദമില്ല. അവന്റെ ശക്തമായ ഗർജനം നഷ്ടപ്പെട്ടു. കാട് മുഴുവൻ അത്ഭുതത്തോടെ നോക്കി. എല്ലാ ജീവജാലങ്ങളും ഭയത്താൽ വിറച്ചു. രാമുവിന് ഭയങ്കര സങ്കടമായി. എനിക്ക് ശബ്ദമില്ലാതെ രാജാവായിരിക്കാൻ പറ്റുമോ? കാട്ടിലെ തന്നെ ഏറ്റവും പഴയ വൃക്ഷത്തിനരികിൽ ഇരുന്നു. അവൻ ചിന്തിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് നോക്കി. അപ്പോൾ കാട്ടിലെ അതിബുദ്ധിമതിയായ കാക്ക കാളിയമ്മ അവന്റെ അടുത്തേക്ക് വന്നു. കാളിയമ്മ ഇങ്ങനെ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ഗർജനം തിരികെ നേടാൻ അങ്ങ് ആദ്യം അങ്ങയുടെ മനസ്സ് ശാന്തമാക്കണം. പിന്നെ ആകാശപക്ഷിയുടെ ഒരു സ്വർണ്ണ തൂവൽ കണ്ടെത്തണം. ആ പക്ഷി താമസിക്കുന്നത് അങ്ങ് ദൂരെ കാടിന്റെ അങ്ങേയറ്റത്തുള്ള വിരൽ മലയുടെ മുകളിലാണ്. സിംഹം അത് വളരെയധികം ശ്രദ്ധയോടെ കേട്ടു. രാമു തന്റെ ഹൃദയത്തിൽ കരുത്ത് കൊണ്ട് നിറച്ചു. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, ഞാൻ ആ മല കയറും. എത്ര ദൂരമായാലും ഞാൻ ആ സ്വർണ്ണ തൂവൽ സ്വന്തമാക്കും. അവൻ യാത്ര തുടങ്ങി. അവന്റെ പാതയിലാകെ കല്ലുകളും മുള്ളുകളും ചെറുനദികളുമായിരുന്നു. ചിലപ്പോൾ കലശലായ വെയിൽ, ചിലപ്പോൾ അതിഭയങ്കര മഴ. പക്ഷേ രാമു മുന്നോട്ട് തന്നെ യാത്രയായി. യാത്രക്കിടയിൽ രാമു അങ്ങ് ദൂരെ ഒരു കാഴ്ച കണ്ടു. ഒരു ചെറു കുറുക്കൻ വേട്ടക്കാരന്റെ കെണിയിൽ കുടുങ്ങിയിരിക്കുന്നു. രാമു അവന്റെ അടുത്ത് വന്ന് ശബ്ദമുണ്ടാക്കാതെ അവനെ രക്ഷിച്ചു. കുറുക്കൻ ഭയന്നു വിറച്ചു. സിംഹരാജാവേ, അങ്ങ് എന്നെ രക്ഷിച്ചു, എന്നാൽ അങ്ങൊന്നും പറഞ്ഞില്ല. സിംഹം ചിരിച്ചു. കുറുക്കന് എല്ലാം മനസ്സിലായി. രാജാവിന്റെ ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുന്നു. രാജാവേ, ഞാൻ അങ്ങേക്ക് വഴി കാട്ടാം. ആകാശപക്ഷി താമസിക്കുന്നത് കാടിന്റെ അറ്റത്തുള്ള മലയിൽ വെള്ളിപ്പാറയ്ക്ക് മുകളിലാണ്. അവൻ രാമുവിനൊപ്പം യാത്ര തുടങ്ങി. വഴിയിൽ അവർ നദി കടന്നു. കാറ്റിൽ പറന്നു വരുന്ന ഇലകളിൽ കളിച്ചു.
കുറുക്കൻ രാമുവിനെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു. രാമു ശബ്ദമില്ലാതെ ചിരിച്ചു. മൂകമായ സൗഹൃദം അത്ര സുന്ദരമായിരുന്നു. അവർ മല കയറി. മഞ്ഞുമൂടിയ പാത, കല്ലുകൾ പൊട്ടി ഇളകി വീഴുന്ന ശബ്ദം. മുകളിലെത്തിയപ്പോൾ വായുവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വായുവൻ അട്ടഹസിച്ചു. നീ ധൈര്യശാലിയാണ് രാമു. പക്ഷെ നിന്റെ ഗർജനം തിരിച്ചെടുക്കാൻ നീ എന്റെ കാറ്റിനെ നേരിടണം. ദേഷ്യമില്ലാതെ, പേടിയില്ലാതെ. കാറ്റ് അതിശക്തമായി വീശി. മണ്ണും പൊടിയും അവന്റെ കണ്ണിൽ വീണു. അവൻ വിറച്ചു, പക്ഷെ പിന്മാറിയില്ല. അവൻ ആഴത്തിൽ ശ്വാസമെടുത്തു, കണ്ണടച്ചു. അവന്റെ ഉള്ളിൽ ഒരു ശബ്ദം: ശാന്തതയാണ് യഥാർത്ഥ ശക്തി. അവൻ പുഞ്ചിരിച്ചു. കാറ്റ് നിശ്ചലമായി. ആകാശത്തിൽ നിന്നും ഒരു സ്വർണ്ണ തൂവൽ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അത് സ്വർണ്ണ നിറത്തിൽ മിന്നിത്തിളങ്ങി. രാമു അതെടുത്തു. അവൻ വായ തുറന്നു. അവന് അവന്റെ ഗർജനം തിരിച്ചു കിട്ടി. ഇപ്പോൾ അവന്റെ ഗർജനത്തിൽ കോപമില്ല, സ്നേഹത്തിന്റെ ശബ്ദം മാത്രം. അവന്റെ ഗർജനം മലമുകളിലൂടെ പ്രതിധ്വനിച്ചു. ഈ ഗർജനം ഒരു ഭീഷണിയല്ല, അതൊരു പ്രതീക്ഷയാണ്. സിംഹം കാട്ടിലേക്ക് തിരിച്ചു വന്നു. മൃഗങ്ങൾ അവനെ കണ്ട് സന്തോഷിച്ചു. കുരങ്ങച്ചൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: രാജാവേ, അങ്ങയുടെ ശബ്ദം തിരികെ വന്നല്ലോ. സിംഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു: അതെ, പക്ഷെ ഇനി ഈ ശബ്ദം ഭയപ്പെടുത്താനല്ല, ഞാൻ അത് രക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഉപയോഗിക്കും. മൂങ്ങ തലയാട്ടി. അങ്ങ് ഇപ്പോൾ യഥാർത്ഥ രാജാവാണ്. കോപം നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണല്ലോ ശരിക്കുമുള്ള ശക്തൻ. മഴ പെയ്തു തുടങ്ങി. മൃഗങ്ങൾ നൃത്തം ചെയ്തു. പക്ഷികൾ സന്തോഷത്താൽ പാട്ടുപാടി. കാട് വീണ്ടും ഉണർന്നു. അന്നു രാത്രി സിംഹം തന്റെ ഗുഹയിൽ ഇരുന്നു. മഞ്ഞു മൂടിയ ആകാശത്ത് ചന്ദ്രൻ തിളങ്ങുന്നു. അവന്റെ പക്കൽ ആ സ്വർണ്ണ തൂവലുണ്ട്. അത് മൃദുവായി തിളങ്ങിക്കൊണ്ടിരുന്നു. കാറ്റ് മൃദുവായി വീശി. വായുവന്റെ ശബ്ദം അതിനൊപ്പം വന്നു. നീ പഠിച്ചു രാമു, ശബ്ദം നിന്റെ ശക്തിയല്ല, നിന്റെ മനസ്സാണ്. സിംഹം കണ്ണടച്ചു. ദീർഘശ്വാസമെടുത്തു. അവന്റെ ഹൃദയം നിറഞ്ഞു. കാട് ഉറങ്ങിക്കിടക്കുന്നു. മൂങ്ങ തന്റെ ശബ്ദത്തിൽ പാട്ട് പാടുന്നു. തൂവൽ മൃദുവായി തെളിഞ്ഞു. ഒരാശ്വാസ വെളിച്ചം പോലെ. കാട്ടിലെ രാജാവായ രാമു എന്ന സിംഹത്തിന്റെ കഥ നമ്മെ എന്തു പഠിപ്പിച്ചു? ധൈര്യം വലുതായ ശബ്ദത്തിലല്ല, വലിയ ശാന്തതയിലാണ്. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി കൂട്ടുകാരെ? കോപം നിമിഷങ്ങൾക്കുള്ള ശക്തി നൽകും, എന്നാൽ ശാന്തത ജീവിതകാലം മുഴുവൻ നമുക്ക് ശക്തിയേകും. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് കുഞ്ഞിക്കഥയിൽ നിന്ന് ദക്ഷ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ കൂടുതൽ കഥകൾ കേൾക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.